ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോം ടൂർ വീഡിയോ ആയാലോ? ശരിക്കും ഇത് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ അല്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടിപ്പോൾ ഒത്തിരി ദിവസമായി. എന്നിട്ടാണ് ഇതേ വോയിസ് ഓവർ കൊടുത്തിടുന്നത്. വീഡിയോ ശരിക്കും എൻ്റെ വല്യമ്മയുടെ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടുമാണുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള ഹോം ടൂർ വീഡിയോ ആയിട്ട് ഇതൊരിക്കലും കമ്പയർ ചെയ്യല്ലേ. കാരണം വീഡിയോ എടുക്കാൻ അറിയാത്തതിൻ്റെയും എഡിറ്റിങ് അറിയാത്തതിൻ്റെയൊക്കെ പോരായ്മ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ധാരാളം കാണാൻ പറ്റും. എങ്കിലും എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെങ്കിലും അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. ആ ചെടികളെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ വല്യമ്മയുടെ സൃഷ്ടികളാണ് കേട്ടോ അത്. ആൾക്ക് എവിടെ പോയാലും കുറേ ചെടികളായിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. അതിനെ നട്ട് വളർത്തുക, പരിപാലിക്കുക, അത് തന്നെ പരിപാടി. അപ്പോൾ പേര് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ചെടികൾക്ക് ഇഷ്ടമാണെങ്കിലും അങ്ങനെ പേരൊന്നും വലുതായിട്ട് അറിയില്ല. ഇതാകട്ടോ ഞങ്ങളുടെ സിറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ആ വീട്ടിലെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ചായ കുടിയും റീലെടുക്കലും വർത്താനം പറച്ചിലും ഒക്കെ ആ സിറ്റ് ഔട്ടിൽ തന്നെയാണ്. ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കാറും അവിടെ തന്നെ. അതുകൊണ്ട് ആ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ സിറ്റ് ഔട്ടാണ്. പിന്നെ അതേ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഹാളിലേക്കാണ്. ഹാളിലും അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഹോം ഡെക്കോസോ ഫർണിച്ചേഴ്സോ ഒന്നുമില്ല. എങ്കിലും എന്തേ വാളിൽ കുറച്ച് പെയിൻറ്റിങ്സും ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തേ ഒരു ദിവാൻ കോട്ടും കുറച്ച് ചെയേഴ്സും നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. ദിവാങ്കോട്ടൻ്റെ വല്യച്ഛൻ തന്നെ പണിതാണ് കേട്ടോ. ആൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെ ഫർണിച്ചേഴ്സൊക്കെ വല്യച്ഛൻ തന്നെയാണ് പണിയാറ്. പിന്നെ പുറത്തുനിന്നുള്ള വർക്കും എടുക്കുമായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ ദേ ഇതുപോലൊരു കുഞ്ഞ് ടേബിളും വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീഠം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ സ്പേസിൽ ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഡൈനിങ് ടേബിളും ആ ടി വി സ്റ്റാൻഡുമാണ്. ഇതാ ടി വിയൊക്കെ കണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ ടി വി സ്റ്റാൻഡിൽ പണ്ടൊരു ഹോം തിയേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ചേച്ചിയും ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട്, ഞങ്ങളുടെ സ്ഥിരം പാട്ടായിരുന്നു മറ്റേ അറബി ഒട്ടകവും പി മാധവൻ നായർ ആ സിനിമയിലെ പാട്ടുണ്ടല്ലോ, മാധവീട്ടനെന്ന്. അപ്പോൾ ഞാനും ചേച്ചിയും ചേട്ടനും കൂടി എപ്പോഴും അതൊക്കെ ഇട്ടിങ്ങനെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഞങ്ങളൊക്കെ വലുതായില്ലേ. പിന്നെ ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞു അവയുടെയും ചേട്ടൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ മുറി എന്ന് പറയുന്നത്. ഇത് കിച്ചുചേട്ടൻ്റെ മുറിയാണ് കേട്ടോ. അവിടെയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇതുപോലൊരു ബെഡും ആ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേബിളിൽ ആളുടെ കുറച്ച് സ്പ്രേ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ശരിക്കും ആ ബോട്ടിലൊന്നും ഒന്നുമില്ല, എങ്കിലും ആളത് കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളെടുത്ത് മാറ്റാനൊട്ട് സമ്മതിക്കത്തുമില്ല. പിന്നെ ചേട്ടൻ്റെ മാരേജൊക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ കുറച്ചും കൂടിയൊക്കെ പെയിൻറ്റിങ്സൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിപ്പുണ്ട്. പിന്നെ ആ കാണുന്നത് പണ്ട് തൊട്ടേ ഉള്ള ചുമരലമാര കേട്ടോ. ഇവിടുത്തെ അച്ഛനും അമ്മച്ചിയും താമസിച്ചിരുന്ന സമയത്ത് അതവിടെ ഉണ്ട്. വീട് റിനോവേറ്റ് ചെയ്തിട്ടും അതാരും അങ്ങനെ മാറ്റിയിട്ടില്ല. ആ ഇരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ദച്ചൂട്ടൻ. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ദേ ഈ രണ്ടാമത്തെ മുറിയിലേക്ക്. അത് ശരിക്കും അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. വലിയച്ഛൻ്റെയും വല്യമ്മയുടെയും മുറിയും. പക്ഷേ ഇപ്പോൾ അവരല്ല കേട്ടോ, ഞാനും ചേച്ചിയും വാവയും അതിൻ്റെ അകത്ത് കിടക്കാറ്. കാരണം ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാനും കൂടെ ഇങ്ങോട്ടേക്ക് മാറി. അതിപ്പോൾ വലിയച്ഛനും വല്യമ്മയും ഇപ്പോൾ ചേച്ചിയുടെ മുറിയിലാണ് കിടക്കുക. അവിടെയും ഇതുപോലെ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡും 2 അലമാരയും വെച്ചിട്ടുണ്ട്. മറ്റേ റൂമിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു അലമാര ഇവിടെയും ഉണ്ട് കേട്ടോ. അത്ര മാത്രമേ ഇതിൻ്റെ അകത്തും ഉള്ളൂ. പിന്നെ അവിടെ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങളത് അങ്ങനെ കുടിക്കാറൊന്നുമില്ല കേട്ടോ. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അത് രാത്രി വരെ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇതാട്ടോ ചേച്ചിയുടെ മുറി. ഇവിടെയും അതുപോലെ തന്നെ ഒന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടി. ഇതുപോലത്തെ ഒരു ടേബിളും ഇട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ കുറച്ച് ഇങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷെൽഫ് പോലെ വലിയച്ഛൻ തന്നെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ ചേച്ചിയും ചേട്ടനും ഒപ്പം ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഈ വീഡിയോ എടുക്കുന്നു. പിന്നെ വാവയും. പിന്നെ ഈ ബെഡും ഉണ്ട്. പിന്നെ പെയിൻറ്റിങ്സ് കാണുമ്പോൾ നിങ്ങൾ ഇതെന്ത് കോലമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ചേച്ചിയുടെ കല്യാണ സമയത്ത് പെയിൻറ്റ് ചെയ്യാൻ വന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണേന്ന്. അവരിതേ ഈ കോലാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും അതത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അന്നേരം മാറ്റാനൊന്നും നിന്നില്ല. ഇതാട്ടോ എൻ്റെ ചേച്ചി. അവിടെ നിന്ന് നേരെ ചെല്ലുന്ന അടുത്ത മുറിക്കാണ്. അപ്പോൾ ഈ മുറി പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അവിടെ നമ്മളിങ്ങനെ തുണിയൊക്കെ ശരിക്കും ഒരു ഡ്രസ്സിങ് റൂമായിട്ട് വേണമെങ്കിൽ പറയാം. തുണിയൊക്കെ അവിടെ അലക്കിയിട്ട് ഇടാറും. പിന്നെ അവിടെ നിന്നാട്ടോ ബാത്റൂമിലേക്കുള്ളത് ഇത് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കോമൺ ടോയ്ലറ്റാണ് കേട്ടോ. അവിടെ ആ റൂമായിട്ട് അറ്റാച്ച്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അടുക്കള. 2 അടുക്കളയുണ്ട് കേട്ടോ. ആദ്യം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് മറ്റടുക്കളയും കൂടി ഞങ്ങൾ ഇറക്കുകയാണ് ചെയ്തത്. ഇവിടെ ചേട്ടൻ ഈ സ്ലാബിൽ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അല്ലാതെ ഇതെന്താ ഇങ്ങനെ ഇവിടെ ഒരു ആലുവ അടുപ്പ് വെച്ചിട്ടുണ്ട്. മറ്റേ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, അതും അരകല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഈ പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്റ്റാൻഡും പൊടികളും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ചെല്ലുന്ന ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. മറ്റേ അടുക്കളയിൽ ഇതോ ചേട്ടൻ കണ്ടോ കൂടെ തന്നെ നിൽപ്പുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ.
പിന്നെ ദേ ഇവിടെയും പണ്ട് വല്യമ്മ കറിയൊക്കെ വെച്ചിട്ട് പോയതൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് പാത്രങ്ങളും കൂടുതലിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മെസ്സിയായിട്ട് കിടപ്പുണ്ടെങ്കിലും പറ്റും പോലെയൊക്കെ നീറ്റാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു കൊച്ചു പഴക്കൊലയൊക്കെ പഴംകുലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ അവിടെയുള്ള ഫ്രിഡ്ജും ഇരിപ്പുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പ്. പണ്ട് ഇവിടെ ശരിക്കും പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക്ഷോപ്പ് ഇപ്പോൾ, കാരണം വലിയച്ഛന് ഇപ്പോൾ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വർക്ക്ഷോപ്പ് ഞങ്ങളിത് വെള്ളം ചൂടാക്കാനും തുണി കഴുകിയത് ഉണങ്ങാനൊക്കെ ഇടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വലിയച്ഛൻ ചിലപ്പോൾ അവിടെ കിടക്ക പോലെ സെറ്റ് ചെയ്തേക്കുന്നതിൽ ഉച്ചയ്ക്കൊക്കെ പോയി കിടക്കാറൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഇട്ടിരിക്കും. ഇതാട്ടോ മൊത്തത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണോ വേണ്ടത് അത് കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇനി മുതൽ ഞാൻ കുറച്ച് ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണുമ്പോഴേക്കും ടാറ്റാ.